നമുക്കൊരു കമന്റ് നോക്കാം കേട്ടോ. ഹോഗ ഹോഗയ എന്താണ് ഇത് എന്നുള്ളതാണ്. ഹോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറും അതുപോലെ ഹോഗയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റും ആണ്. അത്രേ ഉള്ളൂ. എന്താ അർത്ഥം വരുന്നേ? ഒരു സെന്റൻസ് നോക്കാം കേട്ടോ. എന്റെ ജോലി കഴിഞ്ഞു. അപ്പൊ കഴിഞ്ഞു എന്ന് പറയാനാണ് ഹോഗയ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്റെ ജോലി കഴിഞ്ഞു എങ്ങനെയാ പറയാ? മെര കാം കഥം ഹോഗയ അല്ലെങ്കിൽ ഹോഗയ എന്നും പറയാം. ഓക്കെ, മെര കാം കഥം ഹോഗയ. അവിടെ ഹോഗയ എന്ന് പറയുന്നത് കഴിഞ്ഞു, പാസ്റ്റ് പറയാനാണ്. അവിടെ നമുക്ക് ഹുവ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം കേട്ടോ. ഹുവ എന്ന് പറഞ്ഞാലും ഈ ഹോഗയ എന്നുള്ള സെയിം മീനിങ് ആ വരുന്നത്. ഓക്കെ, ഇനി ഹോഗ എന്ന് പറയുന്നത് അതെന്താണ്? ഫ്യൂച്ചർ രൂപമാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ പറയത്തില്ലേ 5 മണിക്ക് ജോലി തീരും, 5 മണിക്ക് തീരും എന്നൊക്കെ പറയത്തില്ലേ, അത് ഫ്യൂച്ചർ ആണ് അല്ലെ. മെരക്കാം 5 ബജെ കഥം ഹോഗ എന്നും പറയാം, ഹോ ജായക എന്നും പറയാം. മനസ്സിലാവുന്നുണ്ടോ? രണ്ടിനും ഒരേ അർത്ഥം തന്നെയാണ് വരുന്നത്. അപ്പൊ ഫ്യൂച്ചറിലാണ് നമ്മൾ ഹോഗ എന്ന് പറയുന്നത്, അതുപോലെ പാസ്റ്റിലാണ് നമ്മൾ ഹോഗയ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ മറ്റു ചില കമന്റുകൾ കണ്ടിരുന്നു കേട്ടോ. ന്യൂ സീരീസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇപ്പൊ ഓൾറെഡി നമ്മുടെ മെമ്പേഴ്സ് ഓൺലി ഗ്രൂപ്പിൽ ഒരു 30 days ക്ലാസ് റണ്ണിങ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു ജോയിൻ ബട്ടൺ വരും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 59 rupees സിൽവർ ഓപ്ഷൻ ചൂസ് ചെയ്ത് മതിയാവും കേട്ടോ. ഗോൾഡ് ഓപ്ഷനിൽ കാറ്ററ്റിന്റെ ക്ലാസ്സുകളാണ് നടക്കുന്നത്. നിങ്ങൾക്ക് സ്പോക്കൺ ഹിന്ദിയാണ് വേണ്ടെങ്കിൽ 59 rupees സിൽവർ ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ ആദ്യം മുതലേ തന്നെ കിട്ടും. പലരുടെയും ഡൗട്ടാണ് ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ്സുകൾ കിട്ടുമോ എന്നുള്ളത്. ഫസ്റ്റ് മുതൽ ക്ലാസ്സുകൾ കിട്ടും കേട്ടോ. പ്ലേലിസ്റ്റിൽ അത് കിടപ്പുണ്ട് 30 days ക്ലാസ് എന്നുള്ളത്. ഓക്കെ.